സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകൾ കൂടുതൽ ജനസൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം പേരൂർക്കടയിൽ വെച്ചാണ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത്. സംസ്ഥാനത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓപ്പറേഷൻ തൂഫാൻ വിജയകരമായി ആഞ്ഞടിച്ചുവെന്നും അതേ രീതിയിൽ തന്നെ ജനങ്ങൾക്ക് ആശ്വാസമേകുന്ന കേന്ദ്രങ്ങളായി മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതി മാറുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതാണ് പോലീസ്, അല്ലാതെ പോലീസ് സേനയുടെ അംഗബലം കൊണ്ടല്ല ആളുകൾ പേടിക്കുന്നത്. പോലീസ് ഒരു കുറ്റകൃത്യം ചെയ്തില്ല, ഒരുപാട് പേര് കുറ്റകൃത്യം ചെയ്തേനെ. ഇപ്പൊ കുറ്റകൃത്യം ചെയ്യാതിരിക്കുന്ന ഒരുപാട് പേര് കുറ്റകൃത്യം ചെയ്തേനെ. കുറ്റകൃത്യം ചെയ്യാൻ മനുഷ്യന്റെ പരിണാമ ദശയിലൊക്കെ എല്ലാം പ്രേരണയുണ്ട്. സൊസൈറ്റിയായി ജീവിച്ചപ്പോഴാണ് കുറ്റകൃത്യങ്ങൾ കുറഞ്ഞത്. പരസ്പരം സഹായിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ്. എങ്കിലും ഒരു കുറ്റകൃത്യ വാസനയുണ്ട്. ആ കുറ്റകൃത്യ വാസനയെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നത് ഈ പോലീസ് എന്നുള്ള ഒരു ഡിറ്ററന്റ് ഫാക്ടറാണ്. അതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ അന്വേഷിച്ച് കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കും എന്നത് നിലനിർത്തണം. ഇന്ന് ലോകത്തെല്ലായിടത്തും കുറ്റവാളികൾ തന്നെ വളരെ അഡ്വാൻസ്ഡാണ്. സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയാണ് ആളുകളുടെ നഷ്ടപ്പെടുന്നത്. ഞാൻ 23 വർഷം മുമ്പ് ഒരു പഠന പര്യടനത്തിനായി അമേരിക്കൻ USA യാത്ര ചെയ്തു. USA ഒരു ഡെൻവർ എന്നുള്ള സ്റ്റേറ്റ് ഉണ്ട്. ഞങ്ങളുടെ ടീം അവിടുത്തെ പോലീസ് ചീഫുമായി ഒരു ഡിസ്കഷൻ നടത്തി. അന്ന് അവിടുത്തെ പോലീസ് ചീഫ് ഞങ്ങളോട് പറഞ്ഞു, സർ, വരാൻ പോകുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന കാലത്ത് സൈബർ കുറ്റകൃത്യങ്ങളാണ്. കാറിലൊരു പേഴ്സ് കിടന്നാൽ അതിൽ ഡോളർ ഉണ്ടാവും. പക്ഷേ കുറ്റവാളി ഡോളർ എടുക്കാൻ പോകുന്നില്ല, ID കാർഡ് എടുത്തോണ്ട് പോകും. ആ ID കാർഡ് മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മുടെ ബാങ്കിലുള്ള പണം മുഴുവൻ എടുക്കും. പലതരത്തിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യും. അതുകൊണ്ട് 24 വർഷം മുമ്പാണ് ഡെൻവറിലെ പോലീസ് ചീഫ് അത് പറഞ്ഞത്. ഇനി വരാനിരിക്കുന്ന നാളുകളിലെ ഏറ്റവും വലിയ കുറ്റകൃത്യം എന്ന് പറയുന്നത് സൈബർ കുറ്റകൃത്യമാണ്. അപ്പോൾ ഈ ആധുനിക സാങ്കേതിക വിദ്യകൾ വികസിക്കുന്നത് അനുസരിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു, മെഷീൻ ലേണിംഗ് വന്നു, റോബോട്ടിക് ടെക്നോളജി വന്നു, ഒരുപാട് ഫ്യൂച്ചർ ടെക്നോളജികൾ വന്നു. സോ നമ്മൾ അറിയേണ്ടത് അതനുസരിച്ച് കുറ്റവാളികൾ ഈ ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതാണ്. അതനുസരിച്ച് പോലീസിനെ അതിന് റെഡിയാക്കി മാറ്റുക, പോലീസിനെ എക്യുപ്പ് ചെയ്യുക ഈ ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്.